चलिए आज हम दांत नाम का कहानी की चर्चा करेंगे। गद्य सरोवर पाठ 1 दांत पाഠം 1 पल्लुगल। भारतेंदु युग की निबंध परंपरा में जीवित रहने वाले तथा विकसित करने वाले लेखकों में पंडित मिश्र जी का नाम उल्लेखनीय है। ഭാരതേന്ദു കാലഘട്ടത്തിലെ ഉപന്യാസ പാരമ്പര്യത്തിൽ ജീവിക്കുകയും വികസിക്കുകയും ചെയ്ത എഴുത്തുകാരിൽ പണ്ഡിറ്റ് മിശ്രയുടെ പേർ ശ്രദ്ധേയമാണ്। उन्होंने गद्य और पद्य दोनों पर अपनी लेखनी चलाई है। ഗദ്യത്തിലും കവിതയിലും അദ്ദേഹം തൻ്റെ രചനകൾ നടത്തിയിട്ടുണ്ട്। ഉൻകെ അധികാംശ നിബന്ധ ഹാസ്യ വ്യംഗ്യ ശൈലി में है। അദ്ദേഹത്തിൻ്റെ മിക്ക ലേഖനങ്ങളും കോമഡി ആക്ഷേപഹാസ്യ വിഭാഗത്തിലാണ്। इसमें उन्होंने दांत का रोचक विवरण प्रस्तुत करते हुए मानव जीवन की कई समस्याओं और विभिन्न सामाजिक और राजनीतिक समस्याओं पर गंभीरता से विचार किया है। ഇതിൽ പല്ലിൻ്റെ രസകരമായ ഒരു വിവരണം അവതരിപ്പിക്കുമ്പോൾ മനുഷ്യജീവിതത്തിലെ പല പ്രശ്നങ്ങളും സാമൂഹികവും രാഷ്ട്രീയവുമായ വിവിധ പ്രശ്നങ്ങളും അദ്ദേഹം ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ട്। सृष्टिकर्ता नाम का चतुर कारीगर ने दांतों की सृष्टि में अपना कौशल दिखाया है। മുഖ ക്രിയേറ്റർ എന്ന മിടുക്കനായ ഒരു കരകൗശല വിദഗ്ധൻ പല്ലുകൾ സൃഷ്ടിക്കുന്നതിൽ തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്। मुख की शोभा और भोज्य पदार्थों का स्वाद दांतों पर ही निर्भर है। ഭക്ഷണത്തിൻ്റെ ഭംഗിയും ഭക്ഷണത്തിൻ്റെ രുചിയും പല്ലുകളെ ആശ്രയിച്ചിരിക്കുന്നു। खाने का मज़ा दांतों से ही होता है। ഭക്ഷണം കഴിക്കുന്നത് പല്ലുകൊണ്ട് മാത്രമാണ്। इसलिए यह अंग पाकशास्त्र के छहों रसों का आधार है। അതിനാൽ ഈ ഭാഗം വാചകശാസ്ത്രത്തിൻ്റെ 6 അഭിരുചികളുടെ അടിസ്ഥാനമാണ്। कवियों ने दांतों की उपमा हीरा मोती मणिक आदि से दी है। കവികൾക്ക് പല്ലുകൾ വജ്രങ്ങൾ മുത്തുകൾ മുതലായവയ്ക്ക് തുല്യമാണ്। पर वास्तव में दांत इन सबसे मूल्यवान है क्योंकि इससे काव्यशास्त्र के नवों रसों की अनुभूति हम कर सकते हैं। എന്നാൽ യഥാർത്ഥത്തിൽ പല്ലാണ് ഇവയിൽ ഏറ്റവും മൂല്യമുള്ളത്, കാരണം ഇതിലൂടെ നമുക്ക് കവിതയുടെ പുതിയ അഭിരുചികൾ അനുഭവിക്കാൻ കഴിയും। पान के रंग में रंगे दांत जब बाहर दिखाई पड़ते हैं तब देखने वालों के नयन और मन इतना आनंदित हो जाते हैं कि उनमें श्रृंगार रस ही उत्पत्ति होती है। വെറ്റിലയുടെ നിറമുള്ള പല്ലുകൾ പുറത്ത് കാണുമ്പോൾ കാഴ്ചക്കാരൻ്റെ കണ്ണുകളും മനസ്സും വളരെ ആനന്ദകരമായിത്തീരുന്നു। അവയിൽ മേക്കപ്പ് ജ്യൂസ് ഉത്പാദിപ്പിക്കപ്പെടുന്നു। जब हंसते हंसते दांत निकल पड़ते तभी हास्य रस का पूर्ण रूप जमता है। പല്ലുകൾ ചിരിയോടെ പൊട്ടിത്തെറിക്കുമ്പോൾ നർമ്മം നിറഞ്ഞ ജ്യൂസിൻ്റെ മുഴുവൻ രൂപം മാത്രമേ ശേഖരിക്കപ്പെടുകയുള്ളൂ। करुणा और रौद्र रस में दुख और क्रोध के कारण दांत अपने होठ चबाने लगते हैं। സങ്കടവും ദേഷ്യവും കാരണം പല്ലുകൾ അനുകമ്പയിലും ദേഷ്യത്തിലും ചുണ്ടുകൾ ചവയ്ക്കുന്നു। जब तक मानव अपने काम और कर्तव्य में दृढ़ है तब तक उसकी प्रतिष्ठा है। മനുഷ്യൻ തൻ്റെ ജോലിയിലും കടമയിലും ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം അവന് ഒരു പ്രശസ്തിയുണ്ട്। दांतों के मुंह से बाहर निकलने पर वह एक घृणित हड्डी बन जाती है। പല്ലുകൾ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് വെറുപ്പുളവാക്കുന്ന അസ്ഥിയായി മാറുന്നു। बुढ़ापे में हम किसी काम के ना रह जाते हैं। വൃദ്ധാപ്യത്തിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല। मरने के बाद हमारी हड्डियाँ भी किसी काम की नहीं रह जाती है। മരിച്ചതിനു ശേഷം നമ്മുടെ അസ്ഥികൾക്ക് പോലും പ്രയോജനമില്ല। मुख में दांतों की अच्छी अवस्था में भी हमें कुछ ना कुछ परमार्थ कर रखना है। വായിലെ പല്ലിൻ്റെ നല്ല അവസ്ഥയിലും നമ്മൾ ചില ദാനധർമ്മങ്ങൾ ചെയ്യണം। लेखक के अनुसार कुछ काल विदेशों में रहना तो अच्छा ही है। രചയിതാവിൻ്റെ അഭിപ്രായത്തിൽ കുറച്ചു കാലം വിദേശത്ത് തുടരുന്നത് നല്ലതാണ്।
पर यदि विदेश जाने पर हम अपने देश की ममता छोड़ दें तो हमारी दशा उस दांत के समान हो जाएगी जो किसी न किसी कारण उसे മുക്ക് के बाहर रह गया है. പക്ഷേ വിദേശത്ത് പോകുമ്പോൾ നാടിനോടുള്ള സ്നേഹം ഉപേക്ഷിച്ചാൽ നമ്മുടെ അവസ്ഥ ഒരു കാരണത്താലോ മറ്റു വായ്ക്ക് പുറത്ത് കിടന്ന പല്ലുപോലെയാകും. इसलिए लेखक हमें समझाना चाहते हैं कि हर भारतीय को देश के हित के कार्यों में संलग्न होना चाहिए. അതുകൊണ്ടാണ് ഓരോ ഇന്ത്യക്കാരനും രാജ്യ താൽപര്യമുള്ള ജോലിയിൽ ഏർപ്പെടേണ്ടതെന്ന് രചയിതാവ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. सब दांत तो हमारे लिए പരമാ പ്രിയ है और उपकारी है. എല്ലാ പല്ലുകളും നമുക്ക് പ്രിയപ്പെട്ടതും പ്രയോജനകരവുമാണ്. पर यदि किसी दांत में पीड़ा हो उठती है तो हम उसे उखड़वा देना चाहते हैं. എന്നാൽ ഒരു പല്ല് വേദനിച്ചാൽ അത് പുറത്തെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. उसी प्रकार हमारे बीच में रहकर भी कोई भारतीय देश विरुद्ध कार्यों में संलग्न रहता तो हमें परमेश्वर से प्रार्थना करनी है कि या तो उसे सुमति दे या उसकी സത്യാനാശ് करे. അതുപോലെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒന്നെങ്കിൽ അയാൾക്ക് അനുവാദം നൽകണം അല്ലെങ്കിൽ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. लेखक ने सच्ची देशभक्ति भावना से प्रेरित होकर प्रस्तुत निबंध लिखा है. യഥാർത്ഥ ദേശസ്നേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ലേഖനം രചയിതാവ് എഴുതിയിരിക്കുന്നത്. उन्हें देश की दुर्गतियों पर बड़ा दुख भी हुआ. രാജ്യത്തെ ദുരനുഭവങ്ങളിൽ അദ്ദേഹത്തിന് വലിയ ദുർമുഖവും തോന്നി. वे चाहते हैं कि हिंदू और मुसलमान आपस में प्यार का व्यवहार करें. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം സ്നേഹത്തോടെ പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. उनके अनुसार देश के लिए किसी के आगे हमें विनम्रता से प्रार्थना करनी पड़ती है तो भी उसमें लज्जा की बात नहीं है क्योंकि हम जो कुछ है इस भारत देश के हैं. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും നാം താഴ്മയോടെ പ്രാർത്ഥിക്കണം. എന്നിട്ടും അതിൽ ലജ്ജയില്ല. കാരണം നമ്മൾ എന്തായിരുന്നാലും ഈ ഇന്ത്യക്കാരാണ്.